എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബയോളജിയുടെ 9ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ബയോളജിയിലെ ലെസൺ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ, കോശ വിഭജനം, പ്രത്യുൽപാദന വ്യവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെയാണ് 5 മുതൽ 10 വരെ പുതിയ SCERT പഠിക്കേണ്ട ചാപ്റ്ററുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ ലെസൺസ് ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കുഞ്ഞായി മാറുന്ന കോശങ്ങൾ, കോശ വിഭജനവും പ്രത്യുൽപാദന വ്യവസ്ഥ, സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 18 ആണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. ഇതാണ് പരിസ്ഥിതി ശാസ്ത്രത്തിൽ വരുന്ന ലെസൺസ്, രോഗങ്ങളും രോഗകാര്യങ്ങളിലും വരുന്ന ലെസൺസ്. ഇതോടെ നമുക്ക് SCERT ബയോളജി കഴിയാം. ഡെയിലി നമുക്ക് ഓരോ ദിവസം ഓരോരോ ക്ലാസ്സുകളായിട്ട് എടുത്തിട്ട് പോകാം. കൂടെ നിന്നാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ലെസണിൽ പഠിക്കാനുള്ള കണ്ടന്റ് അലൈംഗിക പ്രത്യുൽപാദന രീതികൾ, ലൈംഗിക പ്രത്യുൽപാദന സസ്യങ്ങളിൽ, മനുഷ്യരിലെ ലൈംഗിക പ്രത്യുൽപാദനം, കോശ വിഭജനം, അതായത് ക്രമഭംഗം, ഊനഭംഗം. കണ്ട എല്ലാ എക്സാമുകളിലും വരുന്ന ഒരു ഏരിയ ആണ് ഇത്, ഈ ക്രമഭംഗവും ഊനഭംഗവും. അതുപോലെ സഹജാത, സമജാത, സയാമീസ് ഇരട്ടകളും, മനുഷ്യ വളർച്ചാ ഘട്ടങ്ങൾ, കൗമാരകാലം. ഇത്രയും കണ്ടന്റ് ആണ് വരുന്നത് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. 2 തരം പ്രത്യുൽപാദന രീതികളുണ്ട്. ഏതൊക്കെയാണ് 2 തരം പ്രത്യുൽപാദന രീതികൾ? ഒന്ന് ലൈംഗിക പ്രത്യുൽപാദനമുണ്ട്, അലൈംഗിക പ്രത്യുൽപാദനമുണ്ട്. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ബീജങ്ങളുടെ സംയോജനം ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. അലൈംഗികം എന്ന് പറയുമ്പോൾ ബീജ സംയോഗം ഇല്ലാതെ, ബീജ സംയോഗം വഴിയാണെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം, ബീജ സംയോഗം ഇല്ലാതെയാണെങ്കിൽ അത് അലൈംഗിക പ്രത്യുൽപാദനം. പഠിച്ചല്ലോ 2 തരം പ്രത്യുൽപാദന രീതി. ഇനി ഈ അലൈംഗിക പ്രത്യുൽപാദന രീതികൾക്ക് ഉദാഹരണം എന്നാണ്? അലൈംഗികം, ലൈംഗികമല്ല അലൈംഗികം. എന്തൊക്കെയാണ് അലൈംഗിക പ്രത്യുൽപാദന രീതിയിൽ വരുന്ന കാര്യങ്ങൾ? ഒന്ന് ദ്വിവിഭജനം. ദ്വിവിഭജനം നടക്കുന്നത് എവിടെയാണ്? ബാക്ടീരിയയിലാണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ദ്വിവിഭജനം നടക്കുന്നത് എവിടെയാണ്? ഓക്കെ, ദ്വിവിഭജനം നടക്കുന്നത് എവിടെയാണ്? ബാക്ടീരിയയിലാണ് കേട്ടോ. എവിടെയാണ്? ബാക്ടീരിയയിലാണ്. ഇനി ബഹുഭംഗം. ബഹുഭംഗം നടക്കുന്നത് എവിടെയാണ്? പ്ലാസ്മോഡിയത്തിലാണ് കേട്ടോ. പഠിച്ചോളണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ചേരുമ്പോൾ ചേർക്കലിലൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരും. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദ്വിവിഭജനം നടക്കുന്നത് എവിടെയാണ്? ബാക്ടീരിയയിലാണ്. ബഹുഭംഗം നടക്കുന്നത് പ്ലാസ്മോഡിയത്തിലാണ്. ഇനി രേണുക്കൾ വഴി അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് ഫംഗസിലാണ്. മുകുളനം വഴി നടക്കുന്നത് ഈസ്റ്റിലും ഹൈഡ്രയിലുമാണ്. പുനരുൽപ്പത്തി പുനരുൽപ്പത്തി വീണ്ടും ഉണ്ടാകുന്നത് എവിടെയാണ്? പ്ലനേറിയയിലാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. സ്റ്റേറ്റ്മെന്റ് വരും. സ്റ്റേറ്റ്മെന്റ് അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരും. അലൈംഗിക പ്രത്യുൽപാദന രീതികളിൽ താഴെ തന്നിട്ടുള്ളവർ ചേരുമ്പോൾ ചേർക്കുക എന്ന് പറഞ്ഞിട്ട് തരും. അപ്പൊ ദ്വിവിഭജനം എവിടെയാണ്? ബാക്ടീരിയയിലാണ്. പഠിച്ചു വെക്കലിനെ. ദ്വിവിഭജനം നടക്കുന്നത് ബാക്ടീരിയയിലാണ്. ബഹുഭംഗം നടക്കുന്നത് ബഹുഭംഗം പ്ലാസ്മോഡിയത്തിലാണ്. രേണുക്കൾ വഴിയാണെങ്കിൽ ഫംഗസിലാണ്. മുകുളനം ഈസ്റ്റിലും ഹൈഡ്രയിലുമാണ്. പുനരുൽപ്പത്തി പ്ലനേറിയയിലാണ്. കായിക പ്രജനനം നടക്കുന്നത് ഇലമുളച്ചിയിലാണ്, അതായത് ഇലയിൽ നിന്ന് കേട്ടോ. മരച്ചീനി, റോസ്, കരിമ്പ് ഇത് കാണ്ഡത്തിൽ നിന്നും, കറിവേപ്പ്, തേക്ക് വേരിൽ നിന്നും കേട്ടോ. കായിക പ്രജനനം നടക്കുന്ന അലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ഇലമുളച്ചി. അത് എവിടെ നിന്നാണ് കായിക പ്രജനനം? ഇലയിൽ നിന്ന്. ഇനി മരച്ചീനിയും റോസും കരിമ്പും അത് കാണ്ഡത്തിൽ നിന്നാണ്. ഇനി കറിവേപ്പും തേക്കും വേരിൽ നിന്നുമാണ് കായിക പ്രജനനം നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ദ്വിവിഭജനം, ബഹുഭംഗം, രേണുക്കൾ, മുകുളനം, പുനരുൽപ്പത്തി, കായിക പ്രജനനം, ഇതെല്ലാം അലൈംഗിക പ്രത്യുൽപാദന രീതിക്ക് ഉദാഹരണമാണ്. ഇനി സസ്യങ്ങളിലെ പ്രത്യുൽപാദന അവയവങ്ങൾ ഏതൊക്കെയാണ്? സസ്യങ്ങളിലെ പ്രത്യുൽപാദന അവയവങ്ങൾ പൂക്കൾ പൂക്കൾ ആൺ ലൈംഗിക അവയവം, അതിൽ കേസരമായിരിക്കും. സ്ത്രീലിംഗ അവയവം ജനിയുമായിരിക്കും കേട്ടോ. സസ്യങ്ങളിലെ പ്രത്യുൽപാദന അവയവം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂക്കളാണ്. പൂക്കളില് ആൺ ലൈംഗികാവയവം കേസരവും, സ്ത്രീ ലൈംഗികാവയവം ജനിയുമാണ്. ഇവിടെ തന്നിട്ടുണ്ട്. കേസരം കണ്ടോ? തന്തുകം, പരാഗി. അതേപോലെ ജനിയില് അണ്ഡാശയം, ജനിതണ്ട്, പരാഗണ സ്ഥലം. ഇവിടെ അണ്ഡാശയം ഒബ്യൂളുകളും അണ്ഡവും, പരാഗണ സ്ഥലം കേസരം. നമ്മള് ബയോളജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബയോളജിയില് ചെമ്പരത്തിപ്പൂവിന്റെ ചിത്രം വരയാൻ പറയുമ്പോൾ നമ്മളന്ന് ഒരു കഷ്ടപ്പാട് ഒരു വരയ്ക്കലാണ് ഇതൊക്കെ അല്ലെ. ഓരോ കേസരത്തിനും പരാഗരേണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പരാഗിയും അതിന്റെ തന്തുകവും ഉണ്ട്. ജനിയിൽ പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡവും പോളാർ ന്യൂക്ലിയസും അടങ്ങിയ ഒബ്യൂളുകളും കാണപ്പെടുന്ന അണ്ഡാശയവും ഉണ്ട്. അപ്പോ കേസരത്തിൽ, ആൺ ലൈംഗിക അവയവമായ കേസരത്തില് എന്തൊക്കെയുണ്ടെന്നാ പറയുന്നത്? പരാഗരേണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പരാഗിയും അതിന്റെ തന്തുകവും ഉണ്ട്. ഇനി ജനി എന്താണ്? പെൺ ലൈംഗിക അവയവമാണ് അല്ലെ.
അതിൽ ജനിതണ്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനിതണ്ടുണ്ട്, അണ്ടാശയമുണ്ട്, പിന്നെ എന്താണ് പോളാർ ന്യൂക്ലിയസും അടങ്ങിയ ഒവ്യൂളുകൾ കാണപ്പെടുന്ന അണ്ടാശയവും ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യുൽപാദന അവയവങ്ങൾക്ക് ഉദാഹരണമാണ് പൂക്കൾ. പൂക്കളില് ആൺ ലൈംഗികാവയവം കേസരമാണ്, അതിൽ സ്ത്രീ ലൈംഗികാവയവം ജനിയാണ്. ആ കേസരത്തിൽ കാണപ്പെടുന്നതാണ് പരാഗരേണുക്കൾ ഉത്പാദിപ്പിക്കുന്ന പരാഗീൻ തന്തുകവും. ഇനി ജനിയിൽ കാണപ്പെടുന്നതാണ് ജനിതണ്ട്, പരാഗണ സ്ഥലം, അണ്ഡം, പോളാർ ന്യൂക്ലിയസ്, ഇതൊക്കെ ഇതിനാണ് ജനിയിൽ കാണപ്പെടുന്നത്. ഇനി സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവങ്ങൾ ഏതാണ്? ഘട്ടങ്ങൾ നോക്കിക്കേ. സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പരാഗണം, പരാഗനാളം, അതായത് രൂപപ്പെട്ട് നോക്കിക്കേ. ഇവിടെ ബീജ സംയോഗം ശ്രദ്ധിക്കണം കേട്ടോ. പരാഗണം, പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയാണ് പരാഗണം. പ്രീവിയസ് ചോദ്യമാണ്. പരാഗണം എന്ന് പറഞ്ഞാൽ പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയാണ് പരാഗണം. ഇനി പരാഗനാളം എന്താണ്? പരാഗനാളം രൂപപ്പെട്ടിട്ട് എന്ത് ചെയ്യും? അണ്ടാശയത്തിന് നേർക്ക് വളരുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പരാഗനാളം രൂപപ്പെട്ട് അണ്ടാശയത്തിന് നേർക്ക്, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അണ്ടാശയത്തിന് നേർക്ക് വളരുന്നു. ഇനി ബീജസംയോഗം എങ്ങനെയാണ്? അണ്ഡവുമായി ഒരു പുംബീജം കൂടിച്ചേർന്ന് സിക്താണ്ഡമായി മാറുന്ന പ്രക്രിയ. ഇതൊരു ചോദ്യമാണ് കേട്ടോ, ഇതൊരു ചോദ്യമാണ്. അണ്ഡവും പുംബീജവും കൂടി ചേർന്ന് ഉണ്ടാകുന്നത് എന്തെന്ന് ചോദിക്കാറുണ്ട്. സിക്താണ്ഡമാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇനി പരാഗണകാരികൾ ഏതൊക്കെയാണ്? ഷഡ്പദങ്ങൾ അല്ലെ. ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ഈ പരാഗണം ചെയ്യുന്നത് ഷഡ്പദങ്ങൾ. എന്താണ്? ഒരു പൂമ്പാറ്റ ഒന്നിലിരുന്ന് മറ്റൊന്നിലേക്ക് പോയി ഒരു പൂലിരിക്കും, എന്നിട്ട് കുറച്ചു നേരം വേറെ പൂലിരിക്കും. അവിടെ എന്ത് നടക്കുന്നുണ്ട്? പരാഗണം നടക്കുന്നുണ്ട് അല്ലെ. ഷഡ്പദങ്ങൾ. പക്ഷികൾ നടക്കുന്നില്ലേ? കാറ്റിലൂടെ പരാഗണം നടത്തുന്നില്ലേ? ജലത്തിലൂടെ നടക്കുന്നില്ലേ? ഇപ്പൊ ജലത്തിലൂടെ തേങ്ങ വരും, തേങ്ങ ഒഴുകി 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 വന്ന് വേറെ സ്ഥലത്ത് വന്ന് വീഴും, അവിടെ തെങ്ങ് മുളയ്ക്കും. അപ്പൊ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ജലം വഴി പരാഗണം നടക്കും. കാറ്റ് വഴി അപ്പൂപ്പന്താടി കാറ്റ് വഴി പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയിട്ട് നടക്കും. പക്ഷികൾ ഒരു സാധനം കൊത്തി അതിന്റെ കുരു എന്തെങ്കിലും കൊടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടിടും അല്ലെ. അതൊക്കെ എന്താണ്? പരാഗണങ്ങളാണ് അല്ലെ. ഇനി പരാഗരേണുവിന്റെ ഘടന, പരാഗണത്തിന് മുമ്പും ശേഷവും നോക്കിക്കേ. ഇതാണ് പരാഗരേണു. ഇനി നോക്കിക്കേ, ഇവിടെ ട്യൂബ് ന്യൂക്ലിയസുകൾ ഉണ്ട്, ജനറേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്, പരാഗനാളം, ഇതൊക്കെ കണ്ടോ? ഇതെല്ലാം ഓരോരോ ഘട്ടങ്ങളാണ് പരാഗരേണുവില്. ഇനി പരാഗനാളം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? പരാഗരേണുവിലുള്ള ട്യൂബ് ന്യൂക്ലിയസ് ആണ് പരാഗനാളത്തിന്റെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും നിയന്ത്രിക്കുന്നത്. ട്യൂബ് ന്യൂക്ലിയസ്. പുംബീജങ്ങൾ ഉണ്ടാവുന്ന ജനറേറ്റീവ് ന്യൂക്ലിയസിനെ അണ്ടാശയത്തിന് നേർക്ക് വഹിക്കുന്നത് പരാഗനാളമാണ്. നന്നായിട്ട് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ടൈറ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്, പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ ഒക്കെ പോസ് ചെയ്തൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാണ് പരാഗനാളം രൂപപ്പെടുന്നത് ചോദിച്ചാൽ പരാഗരേണുവിലുള്ള ട്യൂബ് ന്യൂക്ലിയസ് ആണ്. പരാഗരേണുവിലുള്ള ട്യൂബ് ന്യൂക്ലിയസ് ആണ് പരാഗനാളത്തിന്റെ രൂപീകരണവും വളർച്ചയും ഒക്കെ നിയന്ത്രിക്കുന്നത്. പുംബീജങ്ങൾ ഉണ്ടാവുന്ന ജനറേറ്റീവ് ന്യൂക്ലിയസിനെ അണ്ടാശയത്തിന് നേർക്ക് വഹിക്കുന്നത് പരാഗനാളമാണ്. ഇനി പരാഗണത്തിന് ശേഷമുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരാഗണ സ്ഥലത്ത് പതിച്ച പരാഗരേണുവിൽ ഒരു ട്യൂബ് ന്യൂക്ലിയസും ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. ട്യൂബ് ന്യൂക്ലിയസ് രൂപപ്പെടുത്തുന്ന പരാഗനാളം ജനറേറ്റീവ് ന്യൂക്ലിയസിനെ അണ്ടാശയത്തിലേക്ക് വഹിക്കുന്നു. ഇനി ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് രണ്ട് പുംബീജങ്ങൾ രൂപപ്പെടുന്നു. ട്യൂബ് ന്യൂക്ലിയസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇതൊക്കെ എന്താണ്? കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഭാഗങ്ങളാണ്. ഒരു പുംബീജം അണ്ഡവുമായി കൂടിച്ചേർന്ന് സിക്താണ്ഡം ഉണ്ടാവും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പ്രീവിയസ് ചോദ്യമായിട്ട്. പുംബീജം അണ്ഡവുമായി ചേർന്ന് ഉണ്ടാകുന്നത് എന്ത് ചോദിക്കാറുണ്ട്? സിക്താണ്ഡമാണ്. സിക്താണ്ഡം അതായത് ബീജ സംയോഗം. രണ്ടാമത്തെ പുംബീജം പോളാർ ന്യൂക്ലിയസുമായി ചേർന്നിട്ട് എൻഡോസ്പേം ഉണ്ടാവും. ഓക്കെ, ആദ്യം ഒരു പുംബീജം എന്ത് ചെയ്യും? ഒരു പുംബീജം അണ്ഡവുമായിട്ട് ചേർന്ന് സിക്താണ്ഡം രൂപപ്പെടും. ഇനി രണ്ടാമത്തെ പുംബീജം ഏതുമായിട്ട് ചേർന്നിട്ട്? പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്നിട്ട് എൻഡോസ്പേം ഉണ്ടാകും. ഫസ്റ്റ് സിക്താണ്ഡം, രണ്ടാമത് എൻഡോസ്പേം. സിക്താണ്ഡം വളർന്നിട്ടാണ് ഭ്രൂണമായി മാറുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. സിക്താണ്ഡം വളർന്നിട്ടാണ് ഭ്രൂണമായിട്ട് മാറുന്നത്. അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരമായിട്ട് എൻഡോസ്പേം മാറുകയാണ് ചെയ്യുന്നത്. വിത്തിനുള്ളിൽ ഭ്രൂണം വളർന്ന് തൈച്ചെടിയാകുന്നു. ഇനി ഏകബീജപത്ര ദ്വിബീജപത്ര സസ്യങ്ങളിൽ എൻഡോസ്പേം ഉണ്ടാകുന്നതിനുള്ള വ്യത്യാസം എങ്ങനെയാണ്? ഏകബീജപത്രത്തിലും ദ്വിബീജപത്രത്തിലും എൻഡോസ്പേമിന്റെ പ്രവർത്തനം എന്തൊക്കെയാണ് ഡിഫറൻസ് നോക്കാം. ദ്വിബീജപത്ര സസ്യങ്ങളിൽ ഒരു പുംബീജം പോളാർ ന്യൂക്ലിയസുമായി ചേർന്ന് എൻഡോസ്പേം ഉണ്ടാകും. ഒരു പുംബീജം പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്നിട്ട് ഒരു എൻഡോസ്പേം ഉണ്ടാകും. എന്നാൽ ഏകബീജപത്ര സസ്യങ്ങളിൽ എൻഡോസ്പേം ന്യൂക്ലിയസ് വിഭജിച്ചിട്ടാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത്. ഇത് ഭ്രൂണ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ ദ്വിബീജപത്ര സസ്യങ്ങളിൽ ഉണ്ടാവുന്ന എൻഡോസ്പേം ബീജപത്രങ്ങളിലാണ് സംഭരിക്കപ്പെടുന്നത് കേട്ടോ. അപ്പൊ
ഇവിടെ ചോദ്യം എന്താണ്? ഏകബീജപത്രത്തിലും ദ്വിബീജപത്ര സസ്യങ്ങളിലും എൻഡോസ്പേമിന്റെ വ്യത്യാസം എങ്ങനെ എന്നാണ് ചോദിച്ചത്. ദ്വിബീജപത്ര സസ്യങ്ങളിലാണെങ്കിൽ, അതായത് ഈ ദ്വിബീജപത്രത്തിലാണെങ്കിൽ ഒരു പുംബീജം എന്ത് ചെയ്യും? പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്നിട്ട് ഒരു എൻഡോസ്പേം ഉണ്ടാക്കും. എന്നാൽ ഏകബീജപത്ര സസ്യങ്ങളിൽ എൻഡോസ്പേം എന്ത് ചെയ്യും? എൻഡോസ്പേം ന്യൂക്ലിയസ് വിഭജിച്ചിട്ടാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത്. ഇനി മനുഷ്യരിലെ പ്രത്യുൽപാദന അവയവങ്ങൾ ഏതൊക്കെയാണ്? ആൺലൈംഗിക അവയവം വൃഷണം, അല്ലെ? സ്ത്രീ ലൈംഗിക അവയവം അണ്ഡാശയം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ബീജവാഹി കൊടുത്തിട്ടുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, വൃഷണം, ലിംഗം, ഗർഭാശയം, അണ്ഡവാഹി, അണ്ഡാശയം, യോനി. ട്ടോ. അപ്പൊ മനുഷ്യരിലെ പ്രത്യുൽപാദന അവയവത്തിലെ ആൺലൈംഗിക അവയവം ഏതാണ്? വൃഷണം, സ്ത്രീ ലൈംഗിക അവയവം അണ്ഡാശയം. പുരുഷലിംഗത്തിന് തൊട്ടു താഴെയായി വൃഷണസഞ്ചിക്കുള്ളിലാണ് പുംബീജങ്ങളെയും ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്ന വൃഷണങ്ങൾ കാണപ്പെടുന്നത്. പ്രീവിയസ് ചോദ്യമാണ്, വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ ടെസ്റ്റോസ്റ്റെറോൺ ആണ്. പ്രീവിയസ് ചോദ്യമാണ്, വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൺലൈംഗിക അവയവമായ വൃഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ ടെസ്റ്റോസ്റ്റെറോൺ ആണ്. ടെസ്റ്റോസ്റ്റെറോൺ. പുംബീജങ്ങൾ ബീജവാഹിയിലൂടെ മൂത്രനാളിയിലെത്തി ലിംഗത്തിലൂടെ പുറത്തു വരുന്നത്. ഇതിനിടയ്ക്കുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബീജചലനത്തിനും പോഷണത്തിനുമുള്ള ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നു. സ്ത്രീ ബീജമായ അണ്ഡത്തെയും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഡാശയങ്ങൾ കാണപ്പെടുന്നത് ഗർഭാശയത്തിന്റെ ഇരുവശത്തുമാണ്. അപ്പൊ പഠിക്കണം, വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോൺ ആണ്. എന്നാൽ സ്ത്രീ ലൈംഗിക അവയവമായ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഈസ്ട്രജൻ. പ്രീവിയസ് ചോദ്യമാണ്, ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ. ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഓക്കെ ആണോ? ഇനി ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ എവിടെയാണ് ഈ അണ്ഡാശയങ്ങൾ കാണപ്പെടുന്നത്? ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഡാശയം കാണപ്പെടുന്നത് ഗർഭാശയത്തിന്റെ ഇരുവശത്തുമാണ്. അണ്ഡവാഹിയാണ് അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നത്. ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് യോനി. ഇതിലേക്കാണ് പുംബീജങ്ങൾ അടങ്ങിയ എന്ത് ചെയ്യുന്നത്? ശുക്ലം നിക്ഷേപിക്കപ്പെടുന്നത്. ഗർഭസ്ഥ ശിശു വളർച്ച പൂർത്തിയായി പുറത്തേക്ക് വന്നു. ഇനി ലൈംഗിക അവയവങ്ങളും അവയുടെ ധർമ്മവും നോക്കിക്കേ. വൃഷണം അണ്ഡാശയത്തിന്റെ ധർമ്മങ്ങളാണ്. വൃഷണം പുംബീജ ഉൽപാദനം നടത്തുന്നു, ടെസ്റ്റോസ്റ്റെറോണിന്റെ ഉൽപാദനം. അണ്ഡാശയം പറയുമ്പോൾ അണ്ട ഉൽപ്പാദിപ്പിക്കുന്നു, ഈസ്ട്രജനും പ്രൊജസ്ട്രോണിന്റെയും ഉൽപാദനം. ഈ പുംബീജവും അണ്ടവും താരതമ്യമാണ്. ഇവിടെ തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇത് വൃഷണമാണ്, അല്ലെ? ഇത് വൃഷണമാണ്. ഇതെന്താണ്? അണ്ഡാശയമാണ്. സ്ത്രീയുടെ അണ്ഡാശയമാണ്. അതിലിത് ഓരോ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. തല കൊടുത്തിട്ടുണ്ട്, മർമ്മം എവിടെയാണ് എന്നും, പ്ലാസ്മ സ്ഥലം എവിടെയാണെന്നും, ഉടൽ എവിടെയാണെന്നും, ബാഹ്യ അവരം എവിടെയാണെന്നും, വാൽ എവിടെയാണെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആകൃതി കൊടുത്തിട്ടുണ്ട്. പുംബീജത്തിന്റെ ആകൃതി എങ്ങനെയാണ്? തല, ഉടൽ, വാലുണ്ട്. അതുപോലെ ഗോളാകൃതി, ബാഹ്യ സംരക്ഷണ കവചം. വലിപ്പം ചെറുതാണ്, പുംബീജത്തെക്കാൾ വലുതാണ്. ചലനശേഷി, വാൽ ഉപയോഗിച്ച് ചലിക്കാൻ കഴിയും, ചലനശേഷി ഇല്ല. ഇനി മനുഷ്യരിലെ ലൈംഗിക പ്രത്യുൽപാദന ഘട്ടങ്ങൾ. ബീജ സംയോഗം എങ്ങനെയാണ്? സ്ത്രീ പുരുഷ ബീജങ്ങളുടെ കൂടിച്ചേരൽ വഴി സിക്താണ്ഡം രൂപപ്പെടുന്നു. സിക്താണ്ഡമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? കുട്ടിയായിട്ട്, ഒരു ഭ്രൂണമായിട്ട് മാറുന്നു. ഗർഭാശയത്തിൽ വെച്ചുള്ള ഭ്രൂണ വളർച്ചയും പ്രസവവും മനസ്സിലായതിനു ശേഷം കേട്ടോ. അപ്പൊ ബീജ സംയോഗം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ബീജങ്ങളുടെ കൂടിച്ചേരൽ വഴി എന്ത് വരും? സിക്താണ്ഡം രൂപപ്പെടും. സിക്താണ്ഡമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഭ്രൂണമായിട്ട് മാറുന്നത്, അല്ലെ? ഇത് പിന്നീട് ഗർഭാശയത്തിൽ വളർച്ചുള്ള ഭ്രൂണ വളർച്ചയും പ്രസവവും ഉണ്ടാവും. ഇനി വൃഷണത്തിനുള്ളിൽ പുംബീജങ്ങൾ ഉണ്ടാവുന്നതിന് 35 to 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് വേണ്ടത്. ശ്രദ്ധിച്ചു വെച്ചോളണം കേട്ടാ. ഇത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വൃഷണത്തിനുള്ളിൽ പുംബീജങ്ങൾ ഉണ്ടാവുന്നതിന് എത്ര താപനിലയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ 35 അല്ലെങ്കിൽ 36 ഡിഗ്രി. ഇതെങ്ങനെ സാധിക്കും? ബീജോൽപാദനത്തിന് സാധാരണ ശരീര താപനിലയേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവ് താപനില വേണം. വൃഷണസഞ്ചിയുടെ സങ്കോച വികാസമാണ് ഇതിന് സഹായിക്കുന്നത് കേട്ടോ. ഇനി ലിംഗത്തിലൂടെ പുംബീജങ്ങൾ അടങ്ങിയ ശുക്ലം പുറത്തു വരുന്ന പ്രക്രിയയാണ് സ്ഖലനം. ലിംഗത്തിലൂടെ പുംബീജങ്ങൾ അടങ്ങിയ ശുക്ലം പുറത്തു വരുന്ന പ്രക്രിയ സ്ഖലനം. പാകമായ അണ്ഡം അണ്ഡാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രക്രിയ അണ്ഡോത്സർജനം. ഇനി മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ ബീജസംയോഗം നടക്കുക? ആദ്യം നമുക്കറിയാം സിക്താണ്ഡം രൂപപ്പെടും പറഞ്ഞു, അല്ലെ? എങ്ങനെ സിക്താണ്ഡം രൂപപ്പെടും എന്ന് പറഞ്ഞത്? ബീജസംയോഗം വഴി, അല്ലെ? സ്ത്രീ പുരുഷ ബീജങ്ങളുടെ കൂടിച്ചേരൽ വഴി സിക്താണ്ഡം വരും. സിക്താണ്ഡം വളർന്ന ഭ്രൂണമാകും. പിന്നീട് അതൊരു ഭ്രൂണം ഗർഭസ്ഥ ശിശുവായിട്ട് മാറും. പിന്നീട് അത് ശിശുവാകും. പിന്നീട് അതൊരു കുട്ടിയാകും. പിന്നീട് നമ്മളെ പോലെയുള്ള ഒരാളാകും, അല്ലെ? ലിംഗത്തിലൂടെ യോനിയിലെത്തുന്ന പുംബീജങ്ങൾ ഗർഭാശയത്തിലൂടെ അണ്ഡവാഹിയിലേക്ക് എത്തുന്നു. അണ്ഡോത്സർജന ഫലമായി അണ്ഡവാഹിയിലെത്തിയ അണ്ഡവുമായി പുംബീജങ്ങളിൽ ഒരെണ്ണം കൂടി ചേർന്ന് സിക്താണ്ഡമായി മാറുന്നു. ഇതാണ് ബീജ സംയോഗം. ഒരു കുട്ടി ഉണ്ടാകുന്ന ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇനി ബീജസംയോഗം നടക്കുന്നത് എവിടെ വെച്ചിട്ട് ചോദിച്ചാൽ അണ്ടവാഹിയിൽ വെച്ചിട്ടാണ്. ചോദ്യം വരും, പഠിക്കണം. ബീജസംയോഗം നടക്കുന്നത് എവിടെയാണ്? അണ്ടവാഹിയിൽ വെച്ചിട്ട്. അണ്ടവാഹി, വാഹി. ഇനി സ്ത്രീകളിൽ ബീജസംയോഗം നടക്കാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ആർത്തവം ട്ടോ. ഓരോ സ്ത്രീകളിലും ബീജസംയോഗം നടക്കാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ആർത്തവം. ഗർഭാശയത്തിന്റെ ആന്തരഭിത്തിയായ, ബാഹ്യമല്ല ആന്തരമാണ്, ആന്തരഭിത്തിയായ എൻഡോമെട്രിയത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കലകളും ലോമികകളും അടർന്നു മാറി രക്തം, ശ്ലേഷ്മം എന്നിവയോടൊപ്പം പുറത്തു പോകും. അങ്ങനെയാണ് ഒരു മെൻസസ് പീരീഡ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഒരു സ്ത്രീകളിൽ ആർത്തവം സംഭവിക്കുന്നത്? ഗർഭാശയത്തിന്റെ ആന്തരഭിത്തിയായ എൻഡോമെട്രിയത്തില്, ശ്രദ്ധിക്കണേ, എൻഡോമെട്രിയത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കലകളും ലോമികകളും അടർന്നു മാറിയിട്ട് രക്തവും ശ്ലേഷ്മവുമായിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. ഇനി വളർച്ചയ്ക്ക് പിന്നിലെ പ്രക്രിയകൾ എങ്ങനെയാണ്? കോശ വിഭജനം, കോശ വളർച്ച, കോശ വൈവിധ്യവൽക്കരണം. ഈ രണ്ടു തരം കോശ വിഭജനങ്ങളുണ്ട്. ശ്രദ്ധിച്ചു പഠിച്ചോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോക്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. കോശ വിഭജന രീതിയാണ് ക്രമഭംഗവും ഊനഭംഗവും. അതിൽ ക്രമഭംഗം എന്താണ്, ഊനഭംഗം എന്താണ് എന്ന സ്റ്റേറ്റ്മെന്റ് വരാനുള്ള ഒരു ഏരിയ ആണ്. ശ്രദ്ധിക്കണം. സാധാരണ ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജന രീതി. ഇവിടെ എന്താണ്? ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജന രീതി. ക്രമഭംഗം ശരീരകോശങ്ങളിലായിരിക്കും കേട്ടോ, ശരീരകോശങ്ങളിലായിരിക്കും. ഇവിടെ ഏതായിരിക്കും? ബീജോത്പാദക കോശങ്ങളിൽ ആയിരിക്കും. ബീജോത്പാദക കോശത്തില്, ശരീരകോശത്തിൽ ക്രമഭംഗം, ബീജോത്പാദക കോശത്തിൽ ഊനഭംഗം. ശരീര വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകം. ശരീരത്തിന്റെ വളർച്ചയ്ക്കും കേടുപാടുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും ക്രമഭംഗം സഹായിക്കും. ഇനി ബീജകോശങ്ങൾ ഉണ്ടാവുന്നതിന് സഹായിക്കും. 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകും, 2. ഇവിടെയോ 4 വരെ പുത്രികാ കോശങ്ങൾ ഉണ്ടാവും. ഇവിടെ എത്രയാണ്? 2, ഇവിടെ 4 കേട്ടോ. ഇനി പുത്രികാ കോശങ്ങളിൽ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം ഇല്ല, നോ ചേഞ്ച്. പുത്രികാ കോശങ്ങളിൽ ക്രോമസംഖ്യയ്ക്ക് എന്തില്ല? ക്രോമസോം സംഖ്യയ്ക്ക് നോ ചേഞ്ച്. എന്നാൽ പുത്രികാ കോശങ്ങളിൽ ക്രോമസോം സംഖ്യയ്ക്ക് എന്ത് ചെയ്യും? പകുതിയായിട്ട് കുറയും. മനസ്സിലായി? അപ്പൊ ക്രമഭംഗം ഊനഭംഗത്തിന്റെ ഡിഫറൻസ് പഠിക്കണമെങ്കിൽ സാധാരണ ശരീരകോശങ്ങളിൽ വെച്ചിട്ടാണ് ക്രമഭംഗം നടക്കുന്നത്, ബീജകോശങ്ങളിൽ വെച്ചിട്ടാണ് ഊനഭംഗം. ഇനി ശരീര വളർച്ചയ്ക്ക് കേടുപാടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്രമഭംഗം എങ്കിൽ ഇവിടെ ബീജകോശങ്ങൾ ഉണ്ടാവുന്നതിന് സഹായിക്കുന്നതാണ് ഊനഭംഗം. 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ 4 എണ്ണം ഉണ്ടാവും. ഇവിടെ പുത്രികാ കോശങ്ങളിൽ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റമില്ലാതെ ആവുമ്പോൾ അവിടെ പകുതിയായിട്ട് മാറും. ഇനി ക്രമഭംഗത്തിന് ഉദാഹരണം ഏതാന്ന് ചോദിച്ചാൽ ബാക്ടീരിയയിലെ ദ്വിവിഭജനമാണ് കേട്ടോ. ക്രമഭംഗത്തിന് ഉദാഹരണം ബാക്ടീരിയയിലെ ദ്വിവിഭജനം. ഈ ക്രമഭംഗത്തിന്റെ 2 ഘട്ടങ്ങളുണ്ട്. അതിലാണ് ഒന്ന് ഏതാണ്? മർമ്മ വിഭജനവും കോശദ്രവ്യ വിഭജനവും കേട്ടോ. ഇതിവിടെ നന്നായിട്ട് പഠിക്കണം. മർമ്മ വിഭജനം എന്ന് പറയുമ്പോൾ എന്താണ്? കോശ ന്യൂക്ലിയസിലെ പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ് ഘട്ടങ്ങളുടെ 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നതാണ് മർമ്മ വിഭജനം. ഇനി കോശദ്രവ്യ വിഭജനം എന്ന് പറയുമ്പോൾ കോശദ്രവ്യം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. അപ്പം ക്രമഭംഗത്തിന്റെ 2 ഘട്ടമാണ് മർമ്മ വിഭജനവും കോശദ്രവ്യ വിഭജനവും. അതിൽ മർമ്മ വിഭജനത്തില് കോശ ന്യൂക്ലിയസ്, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ് ഘട്ടങ്ങളിലൂടെ 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുമ്പോൾ കോശദ്രവ്യ വിഭജനം, കോശദ്രവ്യം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങളായി മാറും. ഇനി മർമ്മ വിഭജനത്തിന് മുമ്പായി ന്യൂക്ലിയസ് സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്താന്ന് ചോദിച്ചാൽ മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലുള്ള ജനിതക വസ്തുക്കൾ ഇരട്ടിയാകുന്നു. മർമ്മ വിഭജനത്തിന് മുമ്പ് ന്യൂക്ലിയസിൽ നടക്കുന്ന മാറ്റം മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയുമായിട്ടുള്ള ജനിതക വസ്തുക്കൾ ഇരട്ടിക്കുന്നു. ഇനി മർമ്മ വിഭജനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്. ഇതില് പ്രൊഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഇരട്ടിച്ചു നിന്ന 46+46 ക്രൊമാറ്റിനിലെ ക്രോമസോമുകള് അതിൽ ക്രൊമാറ്റിൻ ജാലിക കുറുകി തടിച്ച ക്രോമസോമുകളായിട്ട് മാറുന്നു. ഇരട്ടിച്ചു നിന്ന ക്രൊമാറ്റിൻ ജാലിക കുറുകിത്തടിച്ച് ക്രോമസോമുകളായിട്ട് മാറുന്നത് പ്രൊഫേസ് ഘട്ടത്തിലും മെറ്റാഫേസിലെ ക്രോമസോമുകൾ കോശ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കപ്പെടുന്നതും മെറ്റാഫേസ് മധ്യഭാഗത്ത്. അനാഫേസ് ക്രോമസോമുകളുടെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് പുത്രികാ ക്രോമസോമുകളായിട്ട് ഇരുധ്രുവങ്ങളിലേക്ക് പുത്രികാ ക്രോമസോമുകളായിട്ട് മാറുന്നത്. അനു ഒരു പുത്രിയാണ് അല്ലെ? അനു ഒരു പുത്രിയല്ലേ? അപ്പൊ പുത്രികാ ക്രോമസോമുകളായിട്ട് മാറുന്നത് അനാഫേസിലും അനു മധ്യം കോശത്തിന്റെ മധ്യഭാഗത്ത് മെറ്റാഫേസ്. ഇനി ടെലോഫേസ് എന്താ? ടെലോഫേസ് ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്നു. അങ്ങനെ കോശത്തിന്റെ ഇരുദ്രവങ്ങളിലേക്കുമായി 46 ക്രൊമാറ്റിൻ വീതമുള്ള 2 പുത്രിക മർമ്മങ്ങളായിട്ട് മാറുന്നു. അപ്പൊ മർമ്മ വിഭജനത്തിന്റെ 4 ഘട്ടങ്ങൾ പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്. പ്രൊഫേസ്
എന്താണ് ഇരട്ടിച്ചു നിന്ന ക്രൊമാറ്റിൻ ജാലിക കുറുക്കിത്തടിച്ചിട്ട് ക്രോമസോമുകളായിട്ട് മാറുന്ന പ്രൊഫേസും, മെറ്റാഫേസ് കോശത്തിന്റെ മധ്യഭാഗത്ത് എന്താണ് ക്രോമസോമുകളുടെ ക്രൊമാറ്റിഡുകൾ പിരിഞ്ഞിട്ട് ക്രോമസോമുകളായിട്ട് മാറുന്നത്. ടിലാഫേസ് വന്നിട്ട് ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്നു. അങ്ങനെ കോശത്തിന്റെ ഇരുധ്രുവങ്ങളിലുമായി 46 ക്രൊമാറ്റിൻ വീതമുള്ള 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നത് ടിലാഫേസ് ഘട്ടത്തിലാണ്. ഇനി കോശദ്രവ്യ വിഭജനം നടക്കുന്ന വിധം. ജന്തുകോശങ്ങളിൽ പ്ലാസ്മ സ്തരം കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഉള്ളിലേക്ക് മടങ്ങുന്നു. ആ ഭാഗം വേർപെട്ട് 2 പുത്രികാ കോശങ്ങളായിട്ട് മാറും. ഇനി സസ്യകോശങ്ങളിലാണെങ്കിൽ കോശത്തിന്റെ മധ്യഭാഗത്ത് രൂപപ്പെടുന്ന സെൽ പ്ലേറ്റ് വളർന്ന് ആ ഭാഗം മുഴുവൻ 2 പുത്രികാ കോശങ്ങളായിട്ട് മാറും. അപ്പൊ കോശദ്രവ്യത്തിന്റെ വിഭജനം ജന്തുകോശങ്ങളിൽ എങ്ങനെ, സസ്യകോശങ്ങളിൽ എങ്ങനെ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിൽ പ്ലാസ്മാസ്തരം കോശഭിത്തിയുടെ മധ്യഭാഗത്തായിട്ട് ഉള്ളിലേക്ക് മടങ്ങി ആ ഭാഗം വേർപെട്ട് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇവിടെ സസ്യകോശങ്ങളാണെങ്കിൽ കോശത്തിന്റെ മധ്യഭാഗത്ത് രൂപപ്പെടുന്ന മസിൽ പ്ലേറ്റ് അതേപോലെ ആ ഭാഗം മുറിഞ്ഞ 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. ഇനി ക്രോമസോം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. കോശ വിഭജനത്തിന് മുമ്പ് ക്രൊമാറ്റിൻ ജാലിക കുറുകി തടിച്ചിട്ടാണ് ക്രോമസോമുകളായിട്ട് മാറുന്നത്. ക്രോമസോമിന്റെ മധ്യഭാഗത്തുള്ള സെൻട്രോമിയറിൽ അതിന്റെ ചിറകുകൾ പോലെയുള്ള ക്രൊമാറ്റിൻ മാറ്റി വിട്ടാൽ മതി കേട്ടോ. ബീജകോശങ്ങളിൽ ഊനഭംഗം നടക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഊനഭംഗം നടക്കുന്ന ബീജകോശങ്ങൾ വെച്ചിട്ടാണ് അതിലേക്ക് എന്ത് ചെയ്യും? ഊനഭംഗമാണ് ക്രോമസോമുകളുടെ എണ്ണം പകുതിയായിട്ട് കുറയ്ക്കുന്നതും അതുവഴി തലമുറകളിലൂടെ സാധാരണ കോശങ്ങളിൽ ക്രോമസോമുകളുടെ എണ്ണം സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യുന്നത്. ഓക്കെയാണോ? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ക്രോമസോമുകളുടെ എണ്ണം പകുതിയായിട്ട് കുറയ്ക്കുന്നത് ഊനഭംഗമാണ് എന്ന് പറഞ്ഞു. അതുവഴി തലമുറകളിലൂടെ സാധാരണ കോശങ്ങളിൽ ക്രോമസോമുകളുടെ എണ്ണം സ്ഥിരമായിട്ട് നിലനിർത്തുകയും ഇനി ഇത് സംഭവിച്ചില്ലെങ്കിൽ തലമുറകളിലെ ജനിതക ഘടനയിൽ മാറ്റം വരാനും സാധ്യത. ഇനി ഊനഭംഗത്തിന്റെ പ്രക്രിയ ഊനഭംഗം 1, ഊനഭംഗം 2. അതിൽ ഊനഭംഗം 1 ബീജോത്പാദക കോശം അതായത് 46 എന്ന് വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ഓരോന്നിനും 23 കോശങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഊനഭംഗം ഈ ഘട്ടത്തിൽ പുത്രികാ കോശങ്ങൾ വീണ്ടും വിഭജിക്കുന്ന അതായത് ക്രമഭംഗത്തിന് സമാനം. അവയുടെ ക്രോമസോം നമ്പറിൽ മാറ്റം വരുന്നില്ല. ഇനി ഊനഭംഗത്തിന്റെ ഫലമായി വൃഷണത്തിലെ ഒരു ബീജോത്പാദക കോശം 23 ക്രോമസോമുകൾ വീതമുള്ള 4 പുത്രികാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ പിന്നീട് ബീജകോശങ്ങളായിട്ട് മാറുന്നു. ആമാശയത്തിൽ നിൽക്കുന്ന ഈ ഒരു വലിയ അണ്ഡം ഉൽപ്പാദിപ്പിക്കുമ്പോൾ 3 ചെറിയ കോശങ്ങൾ അതായത് പോളാർ ബോഡികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പോളാർ ബോഡികൾക്ക് പ്രത്യുൽപാദന ശേഷിയില്ല. ഇവ പിന്നീട് ശിഥിലീകരിച്ചു പോകും. അപ്പൊ ഊനഭംഗത്തിന് 2 ഘട്ടമുണ്ട്. ഊനഭംഗം 1, ഊനഭംഗം 2. ഊനഭംഗം 1 എന്ത് ചെയ്യും? ബീജോത്പാദക കോശം വിഭജിച്ചിട്ട് 2 പുത്രികാ കോശം, പ്രീവിയസ് ചോദ്യമാണ്, ബീജോത്പാദക കോശം വിഭജിച്ചിട്ട് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ആ ഓരോന്നിനും 23 ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. 2 പുത്രികാ കോശങ്ങളാകുമ്പോൾ ഒരു പുത്രികാ കോശത്തിൽ 23 ക്രോമസോം. ഇനി ഊനഭംഗം 2 പുത്രികാ കോശങ്ങൾ വീണ്ടും വിഭജിച്ച് എന്ത് ചെയ്യും? ക്രോമസോം നമ്പർ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ക്രോമസോം നമ്പറിലൊന്നും മാറ്റമില്ല, അത് 23 തന്നെ ആയി. ഇനി ഊനഭംഗത്തിന്റെ ഫലമായി വൃഷണത്തിലെ ഒരു ബീജോത്പാദക കോശം 23 ക്രോമസോമുകൾ വീതമുള്ള 4 പുത്രികാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ പിന്നീട് ബീജകോശങ്ങളായിട്ട് മാറുന്നു. ഇനി ഊനഭംഗത്തിന്റെ ഫലമായി 4 പുംബീജങ്ങൾ എണ്ണവും ഒരു എണ്ണം അണ്ഡവും ഉണ്ടാവും കേട്ടോ. 4 ഊനഭംഗത്തിന്റെ ഫലമായിട്ട് 4 പുംബീജവും ഒരു അണ്ഡവും ഉണ്ടാവും. 4 പുംബീജം ഒരു അണ്ഡം. ഇനി സമജാത ഇരട്ടകൾ സഹജാത ഇരട്ടകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസം? ഇതൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ വായിച്ചു വിട്ടാൽ മതി. ഒന്ന് പോസ് ചെയ്യാം കേട്ടോ. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ ഒന്നും വരാൻ സാധ്യതയില്ല. ഒരു സിക്താണ് 2 3 വളർന്നുണ്ടാവുകയാണ് സമജാത ഇരട്ട. ഒന്ന് വായിച്ചു വിട്ടു കേട്ടോ. പോസ് ചെയ്യണേ. ഇനി സയൻസ് ഇരട്ട എന്താ? ഒരേ ലിംഗത്തിലും പാരമ്പര്യത്തിലും ബാക്കി രൂപത്തിലും ഉള്ളതും എന്നാൽ ശരീരഭാഗങ്ങൾ ചിലത് ഒട്ടിച്ചേർന്ന് കാണുന്നതുമായ ഭാഗങ്ങളാണ്. സയമീസ് ഇരട്ടകൾ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഇനി സഹജാത ഇരട്ട, സമജാത ഇരട്ട, സയമീസ് ഇരട്ട, അതിൽ എന്താ വ്യത്യാസം എന്നൊക്കെ നോക്കാം. സഹജാതിയിലെ 2 അണ്ഡങ്ങളിൽ പോസ് ചെയ്യാട്ടോ. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു വന്നു വരില്ല, അതുകൊണ്ടാണ് ഞാനിത് വായിക്കാത്തത്. എന്താണ് സമജാത ഇരട്ട, എന്താണ് സഹജാത ഇരട്ട, എന്താണ് സയമീസ്? വായിച്ചല്ലോ അല്ലെ? പോസ് ചെയ്തല്ലോ അല്ലെ? ഇനി മനുഷ്യ വളർച്ചയുടെയും വികസനത്തിന്റെയും ഘട്ടങ്ങൾ. ശൈശവം, ആദ്യം ശൈശവ ഘട്ടമായിരിക്കും, പിന്നീട് ബാല്യമാകും, പിന്നീട് കൗമാരമാകും, പിന്നെ യൗവനമാകും, പൂർണ്ണ വളർച്ചയെത്തും, പിന്നീട് വാർദ്ധക്യമാകും. കൗമാര കാലഘട്ടം കഴിഞ്ഞൊരു എക്സാമിൽ ചോദിച്ചതാണ് കേട്ടോ. കൗമാരം എന്നാൽ
ബാല്യം മുതൽ പൂർണ്ണ പക്വത 10 to 19 വയസ്സ് എന്നിവരുള്ള കാലഘട്ടമാണ്. ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. കൗമാര കാലഘട്ടം 10 to 19. ഉയരത്തിലും ശരീരഭാരത്തിലും പെട്ടെന്ന് വർദ്ധിക്കും, തലച്ചോറിന്റെ വികസനം നടക്കും, പ്രത്യുൽപാദനത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച, മാനസിക വൈകാരികമായ മാറ്റം, ചർമ്മത്തെ ഗ്രന്ഥികളുടെ വളർച്ച, ഇതൊക്കെ കൗമാര കാലഘട്ടത്തിലാണ്. അതേപോലെ കൗമാരക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങള്, ആ പെൺകുട്ടികളിൽ കൗമാര വളർച്ച വേഗത്തിൽ സംഭവിക്കുന്നതിനുള്ള കാരണം, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആവശ്യകത ഇല്ല എന്നത് കൊണ്ടാണ് ഞാൻ ഇത് വായിച്ചു പോകാത്തത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിട്ട് പോവാം. ഓക്കെ ആണല്ലോ? ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യണേ. നമുക്ക് PQ ടൈംസിന്റെ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നടന്നു വരുന്നുണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. നമുക്ക് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഒപ്പം വരാം. നമുക്ക് ബയോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോഗ്രഫിയും ഹിസ്റ്ററിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അതുപോലെ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. താഴെ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്